Let's welcome our most beautiful bride, Angela, and our handsome groom onto the stage. അച്ചു യാമി വെഡിങ് ഒരു ഡ്രീം കം ട്രൂ ആണ്. നമുക്ക് അച്ചുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഷുവർ ആയിരുന്നു ഹീൽ ഓൾവേസ് ചൂസ് ദ ബെസ്റ്റ് എന്ന്. സെയിം തിങ് ആണ് യാമിയുടെ അമ്മയെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമുക്ക് ഷുവർ ആണ് യാമി ഒന്ന് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുമെന്ന്. ദേ ആർ മേഡ് ഫോർ ഈച്ച് അതർ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയാം ഈ കപ്പിൾ തമ്മിൽ. അത് ഒന്നും പറയാനില്ല. എനിക്ക് വളരെ ഈസിയാണ്. അതായത് യാമി കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഞാനായിട്ട് ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. എനിക്ക് വേറെ ഒന്നും ബിഹേവിയർ മാറ്റേണ്ട ആവശ്യമില്ല, ഒന്നും പോളിഷ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. I remember back old times when you used to call, we sensed that there is something between Ashwin and Yami, but we were not sure, but we sensed it. അപ്പം എന്താ പറയുക, we always used to imagine it in our mind. അവർ രണ്ടും ഒരുമിച്ചാൽ it would be perfect എന്ന്. And it is going to happen. It happened. I'm sorry. ഇവരുടെ കല്യാണം ഒരു വേറെ ഫീലാണ് അവിടെ കണ്ടു നിന്നവർക്കൊക്കെ തോന്നിയത്. നമ്മളൊരു കൺവെൻഷണൽ മെത്തേഡ് അല്ലാതെ പുതിയൊരു മൈൽ സ്റ്റോൺ, അതായത് ഇങ്ങനെയും കല്യാണം നടത്താം എന്ന് പറയുന്ന ഒരു കുറേ പേരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് തോന്നി. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അവൻ്റെ മാരേജ് എന്തായാലും ഒരു നോർമൽ മാരേജ് ആവുമെന്ന് ആദ്യമേ ഒരു ഉറപ്പില്ലായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഒരു അടിപൊളിയായി. കൺവെൻഷണൽ സ്റ്റൈലിൽ നിന്നെല്ലാം മാറി ഒരു എന്തെങ്കിലും ഒന്ന് പൊളിച്ചെഴുതാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവൻ സ്വന്തം ജീവിതത്തിൽ തന്നെ കല്യാണത്തിന് അത് കാണിച്ചു. സത്യം പറഞ്ഞാൽ രണ്ടുപേരും പെർഫെക്റ്റ് ആണ് അല്ലേ? മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളാണ്. ഭയങ്കര മൈൻഡ്ഫുൾ, ഭയങ്കര സന്തോഷം തോന്നി കാണുന്ന എല്ലാവർക്കും. ഒരു തിരക്കും ബഹളവും ഇല്ലാതെ നല്ല പീസ്ഫുള്ളായ ബ്യൂട്ടിഫുള്ളായ ഡ്രീം വെഡിങ് ആയിരുന്നു.